ഇത് രാജ്യാതിർത്തിയിലെ സുരക്ഷാ സേനയാണെന്ന് തെറ്റിദ്ധരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് ജനാധിപത്യ ഇന്ത്യ മഹാരാജ്യത്തിലെ ഭാവി വാഗ്ദാനങ്ങളുടെ ശബ്ദത്തെ നരേന്ദ്രമോദി ഭരണകൂടം എങ്ങനെ അടിച്ചമർത്തുന്നുവെന്ന കാഴ്ചയാണ്. ഇതേ കാഴ്ചകൾ നിങ്ങൾക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കും. അങ്ങ് മധ്യപ്രദേശിലും അങ്ങ് ഋഷികേശിലും പ്രതിഷേധം തുടരുക തന്നെയാണ്. ഇനി നമ്മൾ സേഫ് ആണെന്ന് പറയുന്നവരോട് നാളെ നമുക്കും ഇത് വരാം. ഇവിടെ ജനാധിപത്യം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. हम क्या करें क्या न करें कहाँ जाएं? हमारा तो जीना ही बेकार है. പറഞ്ഞു വരുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവ് തെരുവുകളിൽ നിലവിളിക്കുന്ന കാഴ്ചയെക്കുറിച്ചാണ്. അധികാരത്തിന്റെ ധാർഷ്ട്യവും കോർപ്പറേറ്റ് പ്രീണനവും പരിസ്ഥിതി വിരുദ്ധ നയങ്ങളും കൊണ്ട് ഭരണകൂടം ജനങ്ങളെ വീർപ്പുമുട്ടിക്കുമ്പോൾ മിണ്ടാതിരിക്കാൻ ഈ രാജ്യത്തെ മനുഷ്യർ തയ്യാറല്ല എന്നതിനെ കുറിച്ചാണ്. സ്വന്തം മണ്ണിനും വായുവിനും വരും തലമുറയുടെ ഭാവിക്കും വേണ്ടി സാധാരണ മനുഷ്യർ നടത്തുന്ന അതിജീവന പോരാട്ടങ്ങളുടെ പ്രതിരോധ വലയങ്ങളെ അടിച്ചമർത്തുന്ന കാഴ്ചയാണ് രാജ്യത്തുടനീളം നടക്കുന്നത്. യുവതലമുറയെ പരീക്ഷണശാലയിലെ ഗിനിപ്പന്നികളാക്കുകയാണ് കേന്ദ്ര ഭരണകൂടം. നീറ്റ്, നെറ്റ് ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഏറ്റവും വലിയ മത്സര പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർച്ചയും ക്രമക്കേടുകളും ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളാണ് തല്ലിക്കെടുത്തിയത്. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഇരമ്പിയാർക്കുന്ന ചലോ സെൻസദ് സമരം വെറുമൊരു പ്രതിഷേധമല്ല. അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിലുള്ള കോക്രോച്ച് ജനതാ പാർട്ടി, ഐസ തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി ഇപ്പോഴും തെരുവിലാണ്. വിദ്യാഭ്യാസ അട്ടിമറികൾക്കെതിരെ സമാധാനപരമായി നിരാഹാരമനുഷ്ഠിച്ച സോനം വാങ്ചുക്കിനെ അർദ്ധരാത്രിയിൽ പോലീസ് വനപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് മാറ്റിയെങ്കിലും വിദ്യാർത്ഥികളുടെ സമരാവേശം തണുപ്പിക്കാൻ ഭരണകൂടത്തിന് ഇതുവരെയും ആയിട്ടില്ല. പരീക്ഷാ തട്ടിപ്പുകൾക്ക് കൂട്ടുനിൽക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും തങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി വേണമെന്നും ഉറക്കെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ അവിടെ മുഴങ്ങുന്നത് വഞ്ചിക്കപ്പെട്ട ഒരു തലമുറയുടെ മുറിവേറ്റ ഹൃദയത്തിൽ നിന്നുള്ള നിലവിളികൾ തന്നെയാണ്. ഇപ്പോഴിതാ മണ്ണിൽ പണിയെടുക്കുന്ന രാജ്യത്തിന് അന്നം വിളമ്പുന്ന കർഷകരും സമരത്തിൽ പങ്കാളികളാകാൻ പോവുകയാണ്. അതും സർവ്വസന്നാഹങ്ങളുമായി തടയാൻ മുതിരുകയാണ് ഭരണകൂടം. ഇതേ സമയം തന്നെ മറുവശത്ത് വികസനത്തിന്റെ പേരിൽ ആദിവാസികളെ സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കുകയാണ് മോദി ഭരണകൂടം. മധ്യപ്രദേശിലെ കേൻ ബെത്വ നദീ സംയോജന പദ്ധതിയെക്കുറിച്ചാണ് പറയുന്നത്. ഏകദേശം 4600 ഹെക്ടർ വനഭൂമിയും പന്ന ടൈഗർ റിസർവിന്റെ വലിയൊരു ഭാഗവും വെള്ളത്തിനടിയിലാകുന്ന ആയിരക്കണക്കിന് ആദിവാസി കുടുംബങ്ങളെ വഴിയാധാരമാക്കുന്ന വിനാശകരമായ പദ്ധതിക്കെതിരെ ഛത്തർപൂർ, പന്ന ജില്ലകളിൽ ഉയരുന്നത് സമാനതകളില്ലാത്ത പ്രക്ഷോഭം തന്നെയാണ്. ബരാന നദിക്കരയിൽ സ്വന്തം ചിതയൊരുക്കി കഴുത്തിൽ കയറിട്ട് ഗ്രാമീണർ നടത്തുന്ന ചിത ആന്തോളൻ ഇക്കഴിഞ്ഞ 14 ദിവസമായി നടന്നു വരികയാണ്. എന്നാൽ അവിടെയും അടിച്ചമർത്തൽ തന്നെയാണ്. അമിത് ഭട്നാഗർ നടത്തിയ നിരാഹാര സമരത്തെയും കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന നിസ്സഹായരായ മനുഷ്യരെയും പുലർച്ചെ 5 മണിക്ക് വൻ പോലീസ് സന്നാഹങ്ങൾ ഉപയോഗിച്ച് ഭരണകൂടം അടിച്ചമർത്തി. എങ്കിലും ജീവൻ നൽകിയാലും തങ്ങളുടെ മണ്ണ് നൽകില്ലെന്ന് ആ മനുഷ്യർ ഉറക്കെ പ്രഖ്യാപിക്കുക തന്നെയാണ്. ഇനി ഉത്തരാഖണ്ഡിലേക്ക് നോക്കാം. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ദേവഭൂമിയാണത്. അവിടെ പ്രകൃതിയെ പണയം വെച്ചുള്ള കച്ചവടത്തിനെതിരെ പ്രതിരോധത്തിന്റെ പുതിയ ചരിത്രം കുറിക്കപ്പെടുകയാണ്. ഭവാനിയവാല ഋഷികേശ് ഹൈവേ വികസനത്തിന്റെ പേരിൽ 4000-ലധികം മരങ്ങൾ മുറിച്ചുമാറ്റാൻ BJP സർക്കാർ എത്തിയപ്പോൾ ഉത്തരാഖണ്ഡ് ക്രാന്തിദൾ, വിദ്യാർത്ഥികൾ, പരിസ്ഥിതി പ്രവർത്തകർ എന്നിവർ ചേർന്ന് ചരിത്രപ്രസിദ്ധമായ ചിപ്കോ പ്രസ്ഥാനത്തെ പുനർജനിപ്പിച്ചിരിക്കുകയാണ്. അതെ, നമ്മുടെ രാജ്യത്ത് ഇന്നലകൾ പുനർജനിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും നമ്മൾ ഇന്നലയിലേക്ക് പോകേണ്ടി വരുമോ എന്നതാണ് മറ്റൊരു ചോദ്യം. ഇനിയും തീരുന്നില്ല. അവിടെ സാത് മോഡിൽ ഭീമാകാരമായ JCBകൾക്കും മരം വെട്ടുകാർക്കും മുന്നിൽ സ്വന്തം ശരീരത്തെ കവചമാക്കി മരങ്ങളെ കെട്ടിപ്പുണർന്ന് ഞങ്ങളെ വെട്ടു, മരങ്ങളെ വെറുതെ വിടൂ എന്ന് പറഞ്ഞു കരയുന്ന കൊച്ചുകുട്ടികളുടെ കാഴ്ച ഭരണകൂടത്തിന്റെ കണ്ണിൽ കാണുന്നില്ല എന്നതാണ് വസ്തുത. രാജാജി ടൈഗർ റിസർവിലെ ആനത്താരകളും ശെവാലിക് കാടുകളും തകർത്ത് ആർക്കു വേണ്ടിയാണ് ഈ വികസന ഭ്രാന്ത് എന്നത് തന്നെയാണ് ചോദ്യം. ജനങ്ങളുടെ കണ്ണീരിനും പ്രകൃതിയുടെ വിനാശത്തിനും മീതെ കെട്ടിയുയർത്തുന്ന കോൺക്രീറ്റ് സൗധങ്ങൾ വികസനമല്ല, മറിച്ച് കേവലം അധിനിവേശം മാത്രമാണ്. കോർപ്പറേറ്റുകൾക്ക് കോടികളുടെ ലാഭം കൊയ്യാനും രാഷ്ട്രീയ നേട്ടങ്ങൾക്കും വേണ്ടി ഒരു രാജ്യത്തിന്റെ പ്രകൃതിയെയും ഭാവി തലമുറയെയും പണയം വയ്ക്കുന്ന ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ വിട്ടുവീഴ്ചയില്ലാത്ത യുദ്ധത്തിലാണ്. ഭരണകൂടത്തിന്റെ ലാത്തി ചാർജുകൾക്കും ക്രൂരമായ അറസ്റ്റുകൾക്കും ഈ സമരവീരത്തെ കെടുത്തിക്കളയാൻ കഴിയില്ല. കാരണം ഇത് കേവലമൊരു രാഷ്ട്രീയ എതിർപ്പല്ല, മറിച്ച് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെയും പ്രകൃതിയുടെയും നമ്മുടെ നിലനിൽപ്പിന്റെയും അവസാനത്തെ അതിജീവന പോരാട്ടം തന്നെയാണ്.